മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ രാഹുവിൻ്റെ രാശിമാറ്റവും അത് കർക്കടകം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത്. ഇപ്പോൾ രാഹു നിൽക്കുന്നത് നിങ്ങളുടെ 9ാം ഭാവമായ മീനത്തിലാണ്. ഇവിടെ നിന്നും മെയ് 18-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏകദേശം 4:30 മണിക്ക് രാഹു കുംഭം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും. മെയ് 29-ാം തീയതി ശനി മീനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ രാഹുവും ശനിയും ചേർന്ന് പിശാചി യോഗം നിർമ്മിക്കുന്നതായിരിക്കും. ഏകദേശം 50 ദിവസത്തോളം, അതായത് മാർച്ച് 29-ാം തീയതി മുതൽ മെയ് 18-ാം തീയതി വരെ മീനത്തിൽ പിശാചി യോഗം നടക്കുന്നതായിരിക്കും. മെയ് 18-ാം തീയതി രാഹു കുംഭത്തിൽ പ്രവേശിക്കുമ്പോൾ പിശാചി യോഗം അവസാനിക്കുന്നതുമായിരിക്കും. ഈ യോഗത്തിൻ്റെ നെഗറ്റീവ് ഫലങ്ങൾ എല്ലാ രാശിക്കാർക്കും അനുഭവപ്പെടുന്നതായിരിക്കും. ശനി രാഹുവിൻ്റെ സന്ധി കാരണം ഉണ്ടാകുന്ന ഈ പിശാചി യോഗം ഏകദേശം 11 വർഷത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാകുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം തുലാം രാശിയിൽ ഈ യോഗം സംഭവിച്ചതായിരുന്നു. അതായത് വർഷം 2012-13 തുലാം രാശിയിൽ ശനിയും രാഹുവും ഏകദേശം ഒരു വർഷത്തിലധികം ഒന്നിച്ചായിരുന്നു നിന്നിരുന്നത്. 2025 ശേഷം 2036 കർക്കടകം രാശിയിൽ ശനിയും രാഹുവും ഒന്നിച്ചു നിൽക്കുന്നതും വീണ്ടും പിശാചി യോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും. ആദ്യമായി പിശാചി യോഗം കർക്കടകം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെക്കുറിച്ച് നോക്കാം. ശനി നിങ്ങളുടെ 7ാം ഭാവാധിപനാണ്. ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ ചില്ലറ പ്രശ്നങ്ങളുണ്ടാകുവാൻ സാധ്യതകളുണ്ട്. നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ ഒരു അഗ്രസീവ്നെസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിനാൽ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും കുറച്ച് സൗമ്യത പുലർത്തേണ്ടത് ആവശ്യമായിരിക്കും. ആവശ്യമില്ലാത്ത വാക്കുതർക്കങ്ങളും മറ്റും ഒഴിവാക്കണം. ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ഇൻലോസുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഈ സമയത്ത് ധൃതി പിടിച്ചൊന്നും തന്നെ ചെയ്യാനും പാടില്ല. ഇനി രാഹു കുംഭത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങളെക്കുറിച്ച് നോക്കാം. രാഹു മെയ് 18-ാം തീയതി കുംഭം രാശിയിലെ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 3-ാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ 2025 നവംബർ 23-ാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും. പൂരുരുട്ടാതി ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ്. ഈ സമയത്ത് ഗുരുവിൻ്റെ ശുഭഫലങ്ങളും രാഹു മുഖാന്തരം ലഭിക്കുന്നതായിരിക്കും. ഗുരു നിങ്ങളുടെ 6, 9 ഭാവങ്ങളുടെ അധിപനാണ്. ഭാഗ്യസ്ഥാനാധിപനായ ഗുരുവിൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുന്ന രാഹു നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളിൽ വർധന ഉണ്ടാക്കുന്നതായിരിക്കും. 8-ൽ നിൽക്കുന്ന രാഹു ശുഭ അശുഭ ഫലങ്ങളായിരിക്കും നൽകുന്നത്. ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ഉദാഹരണത്തിന് വിവാഹബന്ധത്തിലാവുക, ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുക, ആദ്യമായി വിദേശ സഞ്ചാരം നടത്തുക, സന്താനപ്രാപ്തി ഉണ്ടാവുക, ഇങ്ങനെ ജീവിതത്തിലെ ചില മൈൽ സ്റ്റോൺ ഇവിടെ ഈ സമയത്ത് നിർമ്മിതമാകുന്നതായിരിക്കും. ഷെയർ മാർക്കറ്റിൽ നിന്നും മറ്റും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതുമായിരിക്കും. ചില നെഗറ്റീവ് ഫലങ്ങൾ പറയുകയാണെങ്കിൽ സെക്സ് സംബന്ധമായ രോഗങ്ങൾ വരാനിടയുണ്ട്. ഗാംബ്ലിംഗ്, മന്ത്രതന്ത്ര വിദ്യകൾ എന്നിവയിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും. അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുവാൻ പ്രേരണ തോന്നുന്നതും ആയിരിക്കും. കോർട്ട് കേസുകളിൽ പൈസ ചിലവാകുന്നതാണ്. ദാമ്പത്യ ജീവിതത്തെയും ചില സമയത്ത് ബാധിക്കുന്നതായിരിക്കും. മൃഗങ്ങൾ, വാഹനം എന്നിവ കാരണം പരിക്കുകൾ പറ്റാൻ സാധ്യതകളുണ്ട്. ധനനഷ്ടം, കുടുംബത്ത് അശാന്തി എന്നിവയും അനുഭവപ്പെടുന്നതായിരിക്കും. ഈ സമയത്ത് രാത്രിയിലധികം വർക്ക് ചെയ്യുന്നതോ യാത്രകൾ ചെയ്യുന്നതോ ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം.
ഇനി രാഹുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. രാഹുവിൻ്റെ 5ാം ദൃഷ്ടി പതിക്കുന്നത് 12ാം ഭാവത്തിലാണ്. ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും. ഇതിൽ കൂടുതലും കോർട്ട് കേസുകൾക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ ആശുപത്രി ചിലവുകളോ ഒക്കെ ആകാനാണ് സാധ്യതകൾ. അതിനാൽ കഴിയുന്നതും ചിലവുകൾ കുറയ്ക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും. രാഹുവിൻ്റെ 7ാം ദൃഷ്ടി ധനസ്ഥാനത്താണ് പതിക്കുന്നത്. ഈ സമയത്ത് പൈസ സേവ് ചെയ്യാൻ വിഷമം അനുഭവപ്പെടുന്നതായിരിക്കും. അതുപോലെ പണമിടപാടുകൾ നടത്തുമ്പോൾ നല്ല ജാഗ്രതയും പുലർത്തണം. നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു കർക്കശത വരുവാൻ സാധ്യതകളുണ്ട്. ഇത് മാറ്റാനും ശ്രമിക്കണം. രാഹുവിൻ്റെ 9ാം ദൃഷ്ടി 4ാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. ഈ സമയത്ത് മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. പ്രോപ്പർട്ടികൾ വാങ്ങുമ്പോൾ എല്ലാ ഡോക്യുമെൻറ്റുകളും നന്നായി ചെക്ക് ചെയ്യണം. അല്ലാത്ത പക്ഷം പിന്നീട് ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടാകാൻ ഇടയുണ്ട്. ഇതാണ് രാഹുവിൻ്റെ രാശിമാറ്റം കർക്കടകം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.